ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല നാടൻ രീതിയിൽ അരി അരച്ച് തയ്യാറാക്കുന്ന ഉണ്ണിയപ്പമാണ്. ബേക്കിംഗ് സോഡയോ മൈദയോ ഒന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് പച്ചരി നമുക്ക് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടാം. അരി നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം വേണം നമ്മൾ അരി കുതിർക്കാനായിട്ട് ഇടാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ശർക്കരപ്പാനി തയ്യാറാക്കാം. 1 കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് പാനിയാക്കി എടുക്കാം. നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചാണ് നമ്മുടെ അരി അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഒത്തിരി നന്നായിട്ട് കുറുകി വരുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ജീരകവും ഏലക്കായും പൊടിച്ചെടുക്കാം. ഈ ഏലക്ക പൊടിക്കാൻ നേരം ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ട് പൊടിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇതിപ്പോൾ ഒരു 4-5 മണിക്കൂർ കുതിർത്തെടുത്ത അരിയാണ്. നമുക്കിനി ഉണ്ണിയപ്പത്തിന് ആവശ്യമായ തേങ്ങ വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാക്കിയെടുക്കാം. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അല്പം എള്ള് ചേർക്കാം. എള്ള് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉണ്ണിയപ്പത്തിലേക്ക് ആവശ്യമായ തേങ്ങയും എള്ളും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ചിലപ്പം കല്ലും മണ്ണുമൊക്കെ കാണുമേ. ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരിയിലെ വെള്ളം നന്നായിട്ട് വാഴ്ന്നു പോകണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ശർക്കരപ്പാനി ഉപയോഗിച്ചല്ലേ അരി അരച്ചെടുക്കുന്നത്, അപ്പോൾ വെള്ളം കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമുക്ക് 2 പാളയം കുടമ്പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ ഏകദേശം ഒരു 10-25 ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ളു ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ ആവശ്യമായുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദും മയവും കിട്ടാനായിട്ട് നമുക്കിതൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന മാവിനേക്കാളും കുറച്ചുകൂടെ കുറുകിയിരിക്കണം. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ചുട്ടെടുക്കാനായിട്ട് നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഉണ്ണിയപ്പച്ചട്ടിയുടെ ഓരോ കുഴിയിലും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് അപ്പുറത്തെ ഭാഗം കൂടെ വേവിച്ചെടുക്കാം. ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടിയും വെക്കരുത്, തീരെ കുറച്ചും വെക്കരുത്. തീരെ കുറച്ച് വെച്ചാൽ ഉണ്ണിയപ്പം കട്ടിയായി പോകും. തീ ഒരുപാട് കൂട്ടി വെച്ചാൽ ഉണ്ണിയപ്പത്തിൻ്റെ പുറഭാഗം പെട്ടെന്ന് കരിയുകയും ചെയ്യും, അകം വേഗത്തുമില്ല. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാനും ചായക്കൊപ്പം സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സാണ്. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയത് പച്ചരി ഉപയോഗിച്ചാണ്. അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.